ഹായ്, എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. ഇന്ന് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു തനത് വിഭവമായ ഒരു പനീർ മട്ടർ മസാലയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ പനീർ റെസിപ്പി നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത്ര പരിചിതമുള്ളതല്ല, എങ്കിലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മളുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, പൂരി, നാൻ, അതുപോലെ റൈസ് ഐറ്റംസ് ഇതിൻ്റെ കൂടെയെല്ലാം ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാർക്ക് പനീർ വെച്ചിട്ടുള്ള റെസിപ്പി ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. പനീർ മട്ടർ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു 2 സവോള, അതായത് ഒരു മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ ഇതിലേക്ക് ഒരു 8 കാഷ്യൂ നട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൂടാതെ ഇതിലേക്ക് കുറച്ച് പൗഡറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പൗഡറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മളുടെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടൊമാറ്റോ, അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ ഈ ദേശത്ത് നിന്ന് വഴറ്റിയെടുക്കാനുള്ള രീതിയിലുള്ള ഉപ്പോ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട്, അതായത് സവോളയും നമ്മുടെ ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വെന്ത് എല്ലാം കൂടെ യോജിച്ച് വരുന്നവരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ ടൊമാറ്റോയും മറ്റേ ഉള്ളിയും എല്ലാം കൂടെ ഉള്ള മിക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിനുശേഷം നമുക്ക് ഈ മിക്സ് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അടുത്തതായി നമ്മുടെ പനീർ മട്ടർ മസാലയ്ക്ക് വേണ്ടി നമ്മളുടെ പനീറിനെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഞാനൊരു ചെറിയ 2 പീസ് ബട്ടർ നമ്മളുടെ ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ പാൻ കഴുകൊന്നും വേണ്ട, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഞാൻ കുറച്ച് മട്ടർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഗ്രീൻ പീസ് ആണ്, അതായത് ഫ്രോസൺ ഗ്രീൻ പീസ്, അതായത് പച്ചക്ക്. ഇത് ഉണങ്ങിയതാണ് നമ്മൾ ഗ്രീൻ പീസ് കറിക്കെടുക്കുന്നത്. ഈ പച്ചയായിട്ടുള്ളതും കൂടാതെ കുറച്ച് പനീറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ഈ ബട്ടറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. നമ്മുടെ ഈ പനീർ മട്ടർ മസാലയ്ക്ക് പനീർ എപ്പോഴും ചെറുതായിട്ടൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തിടുകയാണെങ്കിൽ നമ്മളുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. നമുക്ക് ചുമ്മാ നോർമലി ചേർക്കാം, പക്ഷേ ഇപ്പം കണ്ട നമ്മളുടെ മസാലയുടെ അടക്കുന്ന ചെറുതായിട്ട്, ഇല്ലെങ്കിൽ പനീർ ചുമ്മാ വെളുത്ത് കളർ കിടക്കും. അപ്പോൾ ആ മസാല ഒന്ന് കോട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബട്ടറിൽ കിടന്ന് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇതപ്പം നമ്മുടെ പനീറും ചെറുതായിട്ടൊന്ന് ബട്ടറിൽ സോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അടുത്തതായി നമ്മുടെ സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഒനിയന്റെയും ടൊമാറ്റോയും കാഷ്യൂനട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് മിക്സിയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓൾറെഡി എടുത്ത പാത്രത്തിലെ വെള്ളം നമുക്കൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ മസാല മൊത്തം നമുക്കൊട്ടും കളയേണ്ട ആവശ്യമില്ല, മൊത്തം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് ഇതിനകത്തിരുന്ന് അതിൻ്റെ ഓൾറെഡി നമ്മൾ വഴട്ടിയാണ് ഉണ്ടാക്കിയത്, എന്നാലും അരച്ച് കഴിയുമ്പോൾ വന്ന വെള്ളമയം എല്ലാം ഒന്ന് പറ്റി എണ്ണ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
ഇപ്പോൾ നമ്മളുടെ ഈ കറി തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്യണം, ഒരുപാട് നേരം ഇട്ട് ചെയ്യുമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മളുടെ ഈ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, ആ മസാല അരച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഈ സമയം ഞാൻ ഇതിലേക്ക് നമ്മളുടെ ഈ മസാലയിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതായത് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു അല്പം മധുരം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ പനീറും അതുപോലെ തന്നെ മട്ടറും അതായത് ഗ്രീൻ പീസും കൂടെ ഉള്ള മിക്സ് ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഈ ഇരിക്കുന്ന ഗ്രേവി പോലെ ഇരിക്കുന്ന ഒന്നും കളയരുത്. അതെല്ലാം നമ്മൾ ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ സോട്ട് ചെയ്ത്. അപ്പോൾ ഈ ബട്ടറിൻ്റെ ഇതിലോട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ കറിക്ക്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത്തിരി വെള്ളം കുറവായിട്ടാണ്, നല്ല തിക്കായിട്ടാണ് ഞാൻ, അതുകൊണ്ട് ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കുമ്പം കുറവുണ്ടെങ്കിൽ ഈ സമയം നമ്മളൊന്ന് ആഡ് ചെയ്യണം. എനിക്കിത്തിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ അതുകൊണ്ട് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. നല്ല പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇത് അത്രയ്ക്ക് പുളിയുള്ള തൈരല്ലായിരുന്നു. ബീറ്റ് ചെയ്യൊന്നും വേണ്ട, നേരെ ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യണം. അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രീൻ പീസും നമ്മളുടെ പനീറും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പം കണ്ട നമ്മൾ ആ സോട്ട് ചെയ്ത് ചേർത്തോണ്ടാണ് പനീർ ഈ കളർ. നമ്മൾ ഒട്ട് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഈ സമയം ഞാനൊന്ന് തിള വരുന്നേ ഉള്ളൂ. ആ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീഫും 2 പട്ടയുടെ ഒരു കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഈ ബേ ലീഫും പട്ടയും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അരോമ കിട്ടും. അതായത് ഒന്നെങ്കിൽ ഗരം മസാല, ഇപ്പം നമ്മൾ എല്ലാ ഗരം മസാല ഉള്ള ഐറ്റം ഇടുന്നില്ല. ഒരു ബേ ലീഫും 2 പട്ടയുടെ കഷ്ണവും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മിനിറ്റാണ് ആയിട്ടുള്ളത്. ഇനി ഒരു 3-3.5 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേനും, അതായത് നമ്മുടെ പനീറെല്ലാം വേകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ പനീർ മട്ടർ മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇതുണ്ടോ. ഈ സമയം നമുക്കിതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടു. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ. നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ടേസ്റ്റ് മേക്കറാണ് നമ്മളുടെ ഉലുവയില, അതായത് കസൂരി മേത്തി. ഞാനതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കറിക്ക്. അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ മട്ടർ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമ്മുടെ പനീർ മട്ടർ മസാലയിൽ നിന്നും. ഇത് ഈ പനീർ മട്ടർ മസാല എന്നത് നമ്മളുടെ ചപ്പാത്തി, നാൻ, പൂരി, റൈസ്, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. ലെമൺ റൈസ് ഇങ്ങനെയുള്ള എല്ലാത്തിനും കൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പനീർ എല്ലാവർക്കും ഇഷ്ടമല്ല, ചിലർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഗ്രീൻ പീസ്, കുട്ടികൾക്ക് പനീറും ഇങ്ങനത്തെ ഗ്രീൻ പീസ് എല്ലാം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഗ്രീൻ പീസിന് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറിയിലിടുമ്പോൾ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.